KGF-ന് ശേഷം നമ്മൾ പ്രശാന്ത് നീലിന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു കരിയോയിൽ കലക്കി ഒഴിച്ചതുപോലെ, അതായത് പ്രത്യേക ഒരു ഡാർക്ക് സ്റ്റൈലാണ്. ഈ KGF സിനിമകൾക്ക് ഇത് നല്ല മാച്ചിങ് ആയിരുന്നു. ഈ ഒരു സ്റ്റൈൽ സിനിമയെ ഒരു യുണീക്ക് ആക്കി മാറ്റി. പിന്നീട് സലാർ സിനിമ വന്നു. സലാർ സിനിമയിലും ഈ ഒരു സെയിം സ്റ്റൈലാണ്. സലാർ സിനിമയ്ക്ക് ഒരു ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഡാർക്ക് സ്റ്റൈൽ എന്ന മുതൽ നല്ല രീതിയിൽ ട്രോളുകൾ വരാൻ തുടങ്ങി. ഇവിടെ ആളുകൾ തമാശയ്ക്ക് കരിപ്പോടി യൂണിവേഴ്സ് എന്ന് പേരിട്ടു. ഇതുപോലെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നോക്കിയാലും അവിടെയും ട്രോളുകൾ വരുന്നുണ്ട്. ഇവിടെ കരിപ്പോടി യൂണിവേഴ്സ് ആണെങ്കിൽ അവിടെ ബംഗാളികൾ ബ്രൈറ്റ്നസ് പാതോ യൂണിവേഴ്സ്, കാലാരംഗി യൂണിവേഴ്സ്, കോൾമൈനി യൂണിവേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് പ്രശാന്ത് നീല് തന്നെ പറഞ്ഞു, അതായത് ശരിയാണ്, 3 സിനിമയായി ഇപ്പോൾ ഞാൻ ഒരു ഡാർക്ക് സ്റ്റൈല് പിടിക്കുന്നു. അടുത്ത എന്റെ ഡ്രാഗൻ എന്ന സിനിമ എന്തായാലും കളർഫുൾ ആയിരിക്കുമെന്ന്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് മുന്നേ ഡ്രാഗൻ സിനിമയുടെ ഗ്ലിംസ് വന്നു. അങ്ങനെ ആളുകൾ അത് കാണാൻ വേണ്ടി പോയി. പക്ഷെ ആ സിനിമയാണെങ്കിൽ ടാറിൽ വീണതുപോലെ. ഇതും കൂടി ആയപ്പോൾ സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പ്രശാന്ത് നീലിന്റെ കമന്റ് ബോക്സിൽ പോയി ഒരുപാട് കമന്റുകൾ ഇട്ടു. അതായത് വന്ന് ടോർച്ചടിച്ചിട്ടും തെളിയുന്നില്ല, ഫോണിന്റെ ബ്രൈറ്റ്നസ് ഫുള്ളിലിട്ടിട്ടും ഇത് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള റോസ്റ്റ് കമന്റുകൾ. എന്ത് ചെയ്തിട്ടും ആളിത് വിടുന്നില്ല. ചില ആളുകൾ പറയുന്നത് ആളിത് CGI മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. അതായത് അത്യാവശ്യം VFX വർക്കുള്ള, അതായത് CGI വർക്കുള്ള ഒരു സിനിമയുടെ സീൻ നമ്മൾ നല്ല ബ്രൈറ്റ്നസിൽ ഡേലൈറ്റിൽ എടുത്താൽ ആ ഒരു VFX വർക്കിന്റെ സ്കിന്നെല്ലാം ശരിക്കും എടുത്തു കാണിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയും മികച്ച വലിയൊരു VFX കമ്പനി ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു ചെലവ് വരും. പക്ഷെ അല്പം ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിലെ VFX അല്പം കൂടി ബ്ലെൻഡ് ആവും. സ്കിന്നിലെ ഡീറ്റെയിൽസ് അല്പം കൂടി ഹൈഡായി ആ എടുത്തു കാണിക്കുന്നത് അല്പം കുറയും. ഇതുകൊണ്ടാണ് പല ഹെവി VFX ഉള്ള സിനിമകളിൽ ചില ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഡാർക്കർ ആയിരിക്കും. പക്ഷെ പ്രശാന്ത് നീലിന്റെ കാര്യത്തിൽ നമുക്ക് ഇതാണ് കാരണമെന്ന് പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് നീലിന്റെ സിനിമകൾ VFX മെയിനായി ടാർഗറ്റ് ചെയ്യുന്ന ഹോളിവുഡ് ഫാന്റസി ലെവൽ സിനിമകളല്ല. മറ്റു ചില ആളുകൾ പറയുന്നത് ഈ പ്രശാന്ത് നീല് DC സ്റ്റൈല് കോപ്പി അടിക്കുന്നതാണെന്നാണ്. നമ്മൾ DC സിനിമകൾ നോക്കിയാൽ ഡാർക്ക് സ്റ്റൈല് DCയുടെ ഒരു ഐക്കോണിക് സ്റ്റൈലാണ്. ഇത് അവര് മെയിനായി VFX ബെറ്ററായി ഫീൽ ചെയ്യാൻ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നതെന്നാൽ ഈ ഡാർക്ക് നൈറ്റ് സിനിമ നമുക്കറിയാം DCയുടെ ഒരു ഐക്കോണിക് സിനിമയാണ്. ആ ഒരു സിനിമയ്ക്ക് ഇതുപോലെ ഒരു ഡാർക്കർ സ്റ്റൈലായിരുന്നു. ആ ഒരു സിനിമ വലിയൊരു വിജയം നേടി ഒരു ഹിസ്റ്ററി തന്നെയായി മാറി. അന്ന് മുതൽ സ്വന്തമായി ഒരു യുണീക്ക് വിഷ്വൽ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ഇവരത് ഫോളോ ചെയ്തു വരുന്നു. പിന്നെയുള്ള മറ്റൊരു കാര്യം, ഒരു സീരിയസ്നെസ് കൊടുക്കാൻ വേണ്ടി ഈ ഡാർക്കർ കളർ യൂസ് ചെയ്യുമ്പോൾ പറ്റും. നമ്മൾ പ്രശാന്ത് നീലിന്റെ കാര്യം നോക്കിയാൽ പ്രശാന്ത് നീലിന്റെ സിനിമകളിലും ഒരു സീരിയസ് ടോൺ ആണ്. പക്ഷെ ഇതുകൊണ്ട് ഡാർക്ക് സ്റ്റൈൽ യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രശാന്ത് നീൽ ഒരു DC ഫാൻ ആണെന്ന് ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. ആള് പറയുന്നത് പല സിനിമകളും ഞാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് തന്നെ ഇൻസ്പയർ ആയതാണെന്നാണ്. അതായത് അമിതാഭ് ബച്ചന്റെ പഴയ ആംഗ്രി യങ് മാൻ ക്യാരക്ടേഴ്സിൽ നിന്നാണ് ഈ റോക്കി, ദേവ തുടങ്ങിയ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയത്. ഇതുപോലെ മഹാഭാരതത്തിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഫ്രണ്ട്ഷിപ്പ്, പവർ, ഫാമിലി അങ്ങനെയുള്ള തീമുകൾ കൊണ്ടുവരുന്നത്. ഇതുപോലെ താൻ 25 കൊല്ലമായി ജൂനിയർ NTRന്റെ വലിയൊരു ഫാനാണ്. ഇതുപോലെ ഈ ഡ്രാഗൻ സിനിമ എന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് സിനിമയാണ്. ഇതുകൊണ്ട് ആൾ ഉദ്ദേശിച്ചത് സിനിമ ടാറിൽ വീണതുപോലെ ഇരിക്കുമെന്നല്ല. ആൾ ഉദ്ദേശിച്ചത് സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ്. അതായത് KGF-നേക്കാളും സലാറിനേക്കാളും ഡാർക്കർ സ്ക്രിപ്റ്റ് ആണ് ഡ്രാഗന്റേത്. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ഏകദേശം 3 കൊല്ലം സ്പെൻഡ് ചെയ്തു. ഈ ഒരു സിനിമയിൽ ജൂനിയർ NTR ഒരു കൊലയാളി ക്യാരക്ടറാണ്. ഇതിനുവേണ്ടി 15 കിലോയോളം ജൂനിയർ NTR വെയിറ്റ് ലോസ് ചെയ്തു. ഇത്രയും ആള് മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതിന്റെ ടീസർ വന്നു ആ ഒരു സെയിം ഡാർക്ക് സ്റ്റൈലിൽ. മറ്റു ചില ആളുകൾ പറയുന്നത് ഇത് പ്രശാന്ത് നീലിന്റെ കുഴപ്പമല്ല, പ്രശാന്ത് നീലിന് ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, ആ ഒരു വ്യക്തിയാണ് മര്യാദക്കുള്ള ഒരു സിനിമയെ ടാറ് കലക്കിയതുപോലെ ആക്കുന്നതെന്ന്. അതായത് പ്രശാന്ത് നീലല്ല എന്ന്. നമ്മൾ ഈ സിനിമാറ്റോഗ്രാഫറിന്റെ ജോലി നോക്കിയാൽ സംഭവം ഏകദേശം ശരിയാണ്. സിനിമയിലെ ലൈറ്റിനിങ്, ക്യാമറ ആംഗിൾ, ലെൻസ്, ഷാഡോ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സിനിമാറ്റോഗ്രാഫർ തന്നെയാണ്. അപ്പോൾ KGF, സലാർ, ഡ്രാഗൻ ഇതിനൊക്കെ ഡാർക്ക് സ്റ്റൈല് വേണം എന്നാള് വിചാരിച്ചാൽ വേണമെങ്കിൽ ഡാർക്ക് ആക്കാൻ കഴിയും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ സിനിമാറ്റോഗ്രാഫർ മാത്രം വിചാരിച്ചാൽ ഇതിന് കഴിയില്ല. അതിന് ഡയറക്ടർ കൂടി വിചാരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ KGF സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. അതായത് റോക്കി ബായുടെ ഗോൾഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. റോക്കി ഇത് എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഒരു സ്ലോ മോഷൻ മാസ് എൻട്രി. അപ്പോൾ ഡയറക്ടറിന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഡയറക്ടർ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് റോക്കി കാറിൽ നിന്ന് ഇറങ്ങുന്നു, ഒരു ബാക്ക് ഷോട്ട് വേണം, സ്ലോ മോഷൻ വേണം, മൊത്തത്തിൽ ഒരു മാസ് എൻട്രി ആയിരിക്കണം, ഇങ്ങനെയെല്ലാം ഐഡിയ പറഞ്ഞു കൊടുക്കും. പലരും കരുതിയിരിക്കുന്നത് ഇത് ക്യാമറാമാനോടാണ് പറയുക എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ക്യാമറ അവിടെ വെക്കണം തുടങ്ങി അതിന്റെ ലൈറ്റിനിങ്, ആംഗിള്, ലെൻസ്, സ്ലോ മോഷൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും സിനിമാറ്റോഗ്രാഫറാണ്. ക്യാമറാമാൻ ചെയ്യുന്നത് ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത്
ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ കരുതിയിരുന്നത് ഈ ഡാർക്ക് സ്റ്റൈലിന്റെ കാരണം പ്രശാന്ത് നീലിന്റെ സിനിമാറ്റോഗ്രാഫറായ ഭുവാൻ ഗൗഡയാണെന്നാണ്. കുറെ നാൾ ഇത് ആളുടെ തലയിലായിരുന്നു. പിന്നീട് നിലവിൽ പ്രശാന്ത് നീല് തന്നെ പറഞ്ഞു, ഇത് സിനിമാറ്റോഗ്രാഫറിന്റെ കുഴപ്പമല്ല, എനിക്ക് ഈ മോണോക്രോം കളറിനോട് വളരെ ഇഷ്ടമാണ്, എനിക്ക് അതിനോടൊരു OCD പോലെയാണ്, അതായത് അത്രയും ശക്തമായ ഒരു ഇഷ്ടമാണ്. ഈ മോണോക്രോം കളർ എന്ന് പറഞ്ഞാൽ കറുപ്പ്, ബ്രൗൺ, ഗ്രേ ഇങ്ങനെയുള്ള ഇരുണ്ട കളറുകളാണ്. ഇങ്ങനെയുള്ള കളറുകൾ ചേരുമ്പോഴാണ് നമ്മൾ കാണുന്ന ആ ഒരു കരിമ്പാറ യൂണിവേഴ്സ് പോലെ ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടായി വരുന്നത്. ഈ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശാന്ത് നീല് മെയിനായി അറിയപ്പെടുന്നത് നമ്മുടെ KGF സിനിമയുടെ പേരിലാണ്. KGF സിനിമയുടെ ഡയറക്ടർ. KGF സിനിമ നമുക്കറിയാം ഒരു പാൻ ഇന്ത്യൻ ഹിറ്റാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഈ ഒരു ഡാർക്ക് സ്റ്റൈൽ കൊണ്ടുവന്നു. ആ ഒരു സ്റ്റൈല് KGFന്റെ ഒരു യുണീക്ക് സ്റ്റൈലായി മാറി. അങ്ങനെ നെക്സ്റ്റ് സിനിമ എടുക്കാൻ പോകുന്നു, അതായത് സലാർ സിനിമ. അപ്പോൾ എന്തായാലും ആളുകളുടെ മൈൻഡിൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതായത് KGFന്റെ ഡയറക്ടറിന്റെ സിനിമ വരുന്നു, ഇത് KGFനേക്കാൾ ബെറ്റർ ആയിരിക്കും, അങ്ങനെ പല എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ സിനിമയിൽ KGFന്റെ പോലെ കളർ സ്റ്റൈൽ കൂടി വരുമ്പോൾ ആളുകൾക്ക് രണ്ട് സിനിമയും തമ്മിൽ പെട്ടെന്ന് ഒരു സിമിലാരിറ്റി തോന്നും. ആളുകളുടെ എക്സ്പെക്ടേഷന്റെ അത്ര എത്തിയില്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറയും, ഇത് KGF സിനിമ പോലെ എടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഇത് പ്രശാന്ത് നീല് മാത്രമല്ല, ഇനി ഏത് ഡയറക്ടർ ഈ ഒരു സെയിം സ്റ്റൈൽ യൂസ് ചെയ്താലും ആളുകൾ ഇത് തന്നെ പറയും. സിനിമയ്ക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവ് റെസ്പോൺസ് വന്നു, സിനിമ ഒരു ആവറേജ് ആയിരുന്നു വരാം. സലാർ, KGF, ഡ്രാഗൺ ഇതിന്റെ എല്ലാം സ്റ്റോറി വേറെയാണ്, ഇവരുടെ വേൾഡും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സെയിം വേൾഡ് പോലെ അല്ലെങ്കിൽ ഒരു സെയിം യൂണിവേഴ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു വിഷ്വൽ ഐഡന്റിറ്റി സെയിം ആയതുകൊണ്ടാണ്. ഈ സലാർ സിനിമ ഇറങ്ങിയപ്പോൾ പലരും കരുതിയിരുന്നു ഈ റോക്കി ബായും ദേവ ക്യാരക്ടറും ഒരു സെയിം യൂണിവേഴ്സിലാണ്. കാരണം എല്ലാ വേൾഡും ഒരു സെയിം വേൾഡ് പോലെ ഫീൽ ചെയ്യും, കാരണം ഒരു സെയിം വിഷ്വൽ ഐഡന്റിറ്റിയാണ്. ഇതിന്റെ കിങ് ആയിട്ടുള്ള നമ്മുടെ DC തന്നെ ഈ ഒരു സെയിം പ്രശ്നം ഫേസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ DC തന്നെ ഈ ഒരു സ്റ്റൈൽ മാറ്റാൻ പോവുകയാണ്. അതായത് ഇനി മുതൽ ബാറ്റ്മാൻ സിനിമകൾക്ക് മാത്രം ആ ഒരു ഡാർക്കർ സ്റ്റൈലായിരിക്കും, പക്ഷെ ബാക്കിയുള്ള സിനിമകൾക്ക് ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാവും. ബാറ്റ്മാൻ സിനിമകൾക്ക് എന്തുകൊണ്ട് മാറ്റമില്ലെന്നാൽ ഇത് ശരിക്കും ബാറ്റ്മാൻ സിനിമകളുടെ ഒരു ഐക്കോണിക് സ്റ്റൈലാണ്. ബാക്കിയുള്ള സിനിമകൾക്ക് കളർഫുൾ ആയിട്ടുള്ള അവരുടേതായ ഒരു വിഷ്വൽ സ്റ്റൈൽ ഉണ്ടാവും. ഫ്യൂച്ചറിൽ എന്തായാലും പ്രശാന്ത് നീല് ഈ ഒരു സ്റ്റൈൽ മാറ്റാൻ ഒരു ഹൈ ചാൻസ് തന്നെയുണ്ട്. പ്രശാന്ത് നീല് ആദ്യം കരുതിയത് ഈ ഒരു സ്റ്റൈല് തന്റേതായ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കാമെന്നാണ്, പക്ഷെ ഇനി അത് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ സലാർ 2 സിനിമയോട് കൂടി ആളിത് നിർത്തിയെന്ന് വരാം. പലരും കരുതിയിരിക്കുന്നത് സലാർ 2 സിനിമ ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്നാണ്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ഈ ഡ്രാഗൺ സിനിമ കഴിഞ്ഞാൽ സലാർ 2 സിനിമയാണെന്നാണ് നമ്മുടെ പ്രശാന്ത് നീല് പറയുന്നത്. ഇത് കഴിഞ്ഞ് KGF 3 സിനിമ അതത്ര കൺഫേം അല്ലെങ്കിലും അതും ടേബിളിൽ ഉണ്ടെന്നാണ് ആള് പറയുന്നത്. സലാർ 2 ഏകദേശം 400 കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് പറയുന്നു. സലാർ 1ന്റെ ബഡ്ജറ്റ് 270 കോടിയായിരുന്നു. കളക്ഷൻ ഏകദേശം 600 കോടിക്കടുത്ത്. ഈ സലാർ 2 സിനിമയുടെ സ്റ്റോറി പ്രഭാസിന്റെ ദേവ ക്യാരക്ടറും പൃഥ്വിരാജിന്റെ വരദ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് സ്റ്റോറിയാണ്. സലാർ സിനിമ ഇറങ്ങിയ ടൈമിൽ പൃഥ്വിരാജിന് ഒരുപാട് ഹേറ്റുകൾ വന്നിരുന്നു. അതായത് പ്രഭാസിന്റെ ക്യാരക്ടർ വരുമ്പോൾ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ സൈഡാവുന്നു. അധീര പോലെ ഒരു മികച്ച വില്ലൻ സ്ക്രീൻ പ്രസൻസ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഹേറ്റുകൾ കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു. എന്നാൽ സൗത്തിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നോർത്തിൽ പൃഥ്വിരാജിന് ഒരു ട്രിപ്പിൾ ഹേറ്റേഴ്സ് വന്നു. പക്ഷെ എന്തൊക്കെയായാലും സലാർ 2 സിനിമയിൽ വരദ ക്യാരക്ടറിന്റെ ഒരു പീക്ക് വില്ലനിസം കാണാമെന്നാണ് നമ്മുടെ പ്രശാന്ത് നീല് പറയുന്നത്.